നമ്മൾ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈവറ്റായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിക്ലെയർ ചെയ്യുന്ന മെമ്പർ ഫങ്ഷൻസ്, മെമ്പർ ഡാറ്റ തുടങ്ങിയ സാധനങ്ങൾ ആ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മെയിൻ ഫങ്ഷനിലോ അല്ലെങ്കിൽ ഡിറൈവ് ചെയ്ത് വരുന്ന ക്ലാസ്സുകളിലോ മറ്റോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. എന്നാൽ നമ്മളുടെ C++ൽ ഈ ഒരു റൂള് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറുണ്ട്. ആ ഒരു ഫീച്ചറിനെ പറയുന്നതാണ് ഫ്രണ്ട് ഫങ്ഷൻ. ഈ ഫ്രണ്ട് ഫങ്ഷൻ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളുടെ പ്രൈവറ്റായിട്ടും പ്രൊട്ടക്റ്റഡ് ആയിട്ടും ഡിക്ലെയർ ചെയ്തിട്ടുള്ള മെമ്പർ ഫങ്ഷൻസ്, അതേപോലെ മെമ്പർ ഡാറ്റ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മെയിൻ ഫങ്ഷനിലോ അല്ലെങ്കിൽ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പോസിബിളാക്കി തരും. ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡോ എന്നും പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ഒരു മെമ്പർ ഡാറ്റയും ഒരു മെമ്പർ ഫങ്ഷനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നം എന്നും പറഞ്ഞിട്ടൊരു ഡാറ്റ ക്രിയേറ്റ് ചെയ്ത് അതിന് 5 എന്നും പറഞ്ഞിട്ട് ഞാനൊരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്രിൻ്റ് ഫങ്ഷൻ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഒരു പ്രിൻ്റ് ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും പ്രൈവറ്റ് ആയിട്ടാണ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് മെയിൻ ഫങ്ഷനിൽ ഇപ്പോൾ a.print എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് പക്ഷെ വർക്കാവില്ല, കാരണം പ്രൈവറ്റ് ആയതുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് എറർ വരും. ഞാനത് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ പണ്ട് ചെയ്ത ആ സെയിം എറർ, അതായത് ഈ പ്രിൻ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ പ്രൈവറ്റ് ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതെന്ന് ഇവിടെ എറർ കാണിക്കുന്നുണ്ട്. അതേപോലെ നം എന്ന് പറയുന്ന ഡാറ്റ മെമ്പർ, അതും പ്രൈവറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതെന്ന് ഇതിൻ്റെ അകത്ത് എറർ കാണിക്കുന്നുണ്ട്. ഇത് എങ്ങനെ ഓവർകം ചെയ്യാം, അതായത് ഈ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ മെമ്പർ ഫങ്ഷൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ മെയിൻ ഫങ്ഷനിലും മറ്റുമായിട്ട് എങ്ങനെ നമ്മളത് ചെയ്യുന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഫ്രണ്ട് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഫ്രണ്ട് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യണത് സാധാ ഫങ്ഷനായാലും കുറച്ചുകൂടി വേരിയേഷൻ ഉണ്ട്. വേറൊന്നുമില്ല, നമ്മൾ ക്ലാസ്സിൻ്റെ അകത്താണ് ഇത്ര നാളും ഒരു ഫങ്ഷൻ എഴുതിയിട്ട് ഫങ്ഷൻ്റെ മാറ്റേഴ്സ് എഴുതിയത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ ഈ പ്രിൻ്റ് ഫങ്ഷൻ കണ്ടോ, ഞാനിവിടെ പ്രിൻ്റ് ഫങ്ഷൻ ജസ്റ്റ് സാധാരണ നമ്മൾ ഫങ്ഷൻ എഴുതണ പോലെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് തന്നെ ബോഡി എഴുതി. പക്ഷേ ഫ്രണ്ട് ഫങ്ഷൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഓപ്പൺ ചെയ്ത് ബോഡിയെ പാടി എഴുതത്തില്ല. നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ആ ഒരു ഫങ്ഷൻ ഡിക്ലെയർ മാത്രമേ ചെയ്യത്തുള്ളൂ. ബോഡി നമ്മൾ ക്ലാസ്സിന് പുറത്തായിട്ടാണ് എഴുതേണ്ടത്. ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ഫ്രണ്ട് ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യണം. അതിന് വേറൊന്നുമില്ല, ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു കീവേഡ് യൂസ് ചെയ്യുക, സ്പേസ് ചെയ്തിട്ട് നമ്മളുടെ ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുക. ഫങ്ഷൻ എങ്ങനെ ഡിക്ലെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് ആദ്യം പറയണം ഫങ്ഷൻ. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രിൻ്റ് ചെയ്യാനുള്ള ഫങ്ഷനാണ് ക്രിയേറ്റ് ചെയ്യണം. അതായത് പ്രിൻ്റ് ഫങ്ഷൻ, ഈ ഒരു പ്രിൻ്റ് ഫങ്ഷൻ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കണം. അതേപോലെ നമ്മിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫങ്ഷനാണ് ഞാൻ ഫ്രണ്ട് ഫങ്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്യണേ. അതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ റിട്ടേൺ ചെയ്യണില്ല, ജസ്റ്റ് ഞാൻ വോയിഡ് ടൈപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫങ്ഷൻ്റെ പേര് ഞാനിവിടെ എഫ് പ്രിൻ്റ് എന്നും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. എഫ്, അപ്പോൾ ഞാൻ ഫ്രണ്ട് ഫങ്ഷൻ എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ എഫ് പ്രിൻ്റ് എന്നും പറഞ്ഞിട്ട് ഒരു ഫങ്ഷൻ ഞാൻ അതിൻ്റെ പാരാമീറ്റേഴ്സ് ഓപ്പൺ ചെയ്തു. ഈ ഒരു പാരാമീറ്ററിൻ്റെ അകത്ത് നമ്മളുടെ ഈ ഒരു ക്ലാസ് ഒബ്ജക്റ്റ് പാസ് ചെയ്യിപ്പിക്കണം. അതായത് ഇപ്പോൾ ഇവിടെ ക്ലാസ് ആൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആൻഡോ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഈ ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യേണ്ടെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യണ സമയത്ത് മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഇത്രയും കഴിഞ്ഞാൽ ഫ്രണ്ട് ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്ത്, ഇനി ഇതിൻ്റെ ബോഡി എഴുതാം. ബോഡി എഴുതണമെങ്കിൽ നമ്മൾ ഈ ആൻഡോ എന്ന് പറയുന്ന ക്ലാസ്സിന് പുറത്തേക്ക് വരണം. പുറത്തേക്ക് വന്നതിന് ശേഷം നമ്മൾ സാധാരണ ഫംഗ്ഷൻ എഴുതണ പോലെ വോയിഡ് സ്പേസ് എഫ് പ്രിൻ്റ് എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ആ ഒരു പാരാമീറ്റർ ആൻഡോ എ എന്നുള്ളത് ആ ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. നമ്മൾ സാധാരണ ഫംഗ്ഷൻ എഴുതണ പോലെ തന്നെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ സി ഔട്ട് അല്ലെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന പോലെ ഈ കണ്ട പോലെ തന്നെ ഇത് തന്നെ നമുക്ക് എക്സാക്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളിവിടെ ആ ഒരു പ്രിൻ്റ് ഫംഗ്ഷനും നമ്മിൻ്റെ ഡാറ്റ മെമ്പറും പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഔട്ട്സൈഡ് ദ ക്ലാസ് നമ്മളൊരു ഫംഗ്ഷൻ എഴുതി. അത് വർക്ക് ചെയ്യുമെന്നുള്ളത് ഇനി നോക്കാം.
അതിന് മുന്നേ ആയിട്ട് ഞാനിവിടെ ഒരു എൻഡെല്ലും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ അടുത്ത ലൈനിലേക്ക് അത് വരും. പിന്നെ അതേപോലെ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ഈ ഫ്രണ്ട് ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഫ്രണ്ട് ഫംഗ്ഷൻ കോൾ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ക്ലാസ്സിൻ്റെ അകത്തുള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ മെമ്പർ ഫങ്ഷൻസ് ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് ഡോട്ട് ആക്സസ് ചെയ്യേണ്ട ഫംഗ്ഷൻ്റെ പേര് അങ്ങനെയാണല്ലോ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഫ്രണ്ട് ഫംഗ്ഷന് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഫംഗ്ഷൻ്റെ പേര് തന്നെ കോൾ ചെയ്യാം. നമ്മൾ സാധാരണ ഫംഗ്ഷൻ കോൾ ചെയ്യണ പോലെ തന്നെ കോൾ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഞാൻ ഈ ഒരു എഫ് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ട്രിഗർ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യണമെങ്കിൽ എഫ് പ്രിൻ്റ് എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഒബ്ജക്റ്റ് ആൻറ്റോൻ്റെ ഒബ്ജക്റ്റിനെ ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാൻ കൊടുക്കുക. എന്നിട്ട് സെമിക്കോളൻ ഇടാം. ഇത് റൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ പ്രൈവറ്റ് ആയിട്ടിരുന്ന ഈ പ്രിൻ്റ് ഫംഗ്ഷനും നം എന്ന് പറയുന്ന വേരിയബിളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റി. ആക്സസ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ അകത്തല്ല, മെയിൻ ഫംഗ്ഷനിൽ കൂടെ നമ്മൾ ആക്സസ് ചെയ്തു. ഇതാണ് ഫ്രണ്ട് ഫംഗ്ഷൻ്റെ ഒരു പർപ്പസ്. ഇനി ഇതല്ലാതെ വേറൊരു പർപ്പസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് രണ്ട് ക്ലാസ് ഉണ്ട്. സപ്പോസ് ക്ലാസ് എ ക്ലാസ് ബി ഉണ്ട്. ഇവർ തമ്മിൽ ഒരു പാലം പോലെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്രണ്ട് ഫംഗ്ഷൻ എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് രണ്ട് ക്ലാസ്സുകൾ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഫ്രണ്ട് ഫംഗ്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് ക്ലാസ് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആൻറ്റോ എന്നുള്ള നേരത്തെ എക്സാമ്പിളുള്ള സെയിം ക്ലാസ്. രണ്ടാമത്തത് സിമിലറായിട്ട് ബാനു എന്നും പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ക്ലാസ്സുകളിലുള്ള ഡാറ്റ മെമ്പർ പബ്ലിക്കായിട്ടല്ല നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, പ്രൈവറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് നമുക്കത് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമ്മളൊരു ഫ്രണ്ട് ഫംഗ്ഷൻ എഴുതി ഈ രണ്ട് ക്ലാസ്സിലുള്ള നം വേരിയബിൾസ് തമ്മിൽ ആഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നു. ഇതാണ് നമ്മളുടെ പ്രോഗ്രാം. നമ്മളിങ്ങനെയാണ് ഒരു ഫ്രണ്ട് ഫംഗ്ഷൻ എഴുതാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ക്ലാസ്സുകളിലും ഫ്രണ്ട് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യണം. എന്നിട്ട് വേണം എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ. അതിനായിട്ട് ആദ്യം ഞാൻ ആൻറ്റോ എന്നുള്ള ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാണ്. ഇവിടെ ഞാൻ ഫ്രണ്ട് എന്നും പറഞ്ഞിട്ടുള്ള കീവേഡ് യൂസ് ചെയ്തു. എന്നിട്ട് ഞാനിത് ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് എഴുതണേ. അതുകൊണ്ട് വോയിഡാണ് റിട്ടേൺ ടൈപ്പ് വയ്ക്കേണ്ടത്. എന്നിട്ട് ആഡ് എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ ഞാൻ പേര് കൊടുത്തു. ബ്രാക്കറ്റിൽ പാരാമീറ്റേഴ്സായിട്ട് ഞാൻ ആൻറ്റോൻ്റെ ഒരു ഒബ്ജക്റ്റും അതേപോലെ ബാനുവിൻ്റെ ഒരു ഒബ്ജക്റ്റുമാണ് പാസ് ചെയ്ത് കൊടുക്കണേ. അതുകൊണ്ട് ഇത് ഞാൻ ഡിക്ലെയർ ചെയ്ത് ഈ ഒരു ഫ്രണ്ട് ഫംഗ്ഷൻ. ഇനി ഈ സെയിം ഡിക്ലറേഷൻ തന്നെ ബാനു എന്ന് പറയുന്ന ഈ ക്ലാസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേറൊന്നുമില്ല, ഈ സെയിം ഫംഗ്ഷൻ ജസ്റ്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് ഈ ബാനു എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഈ പ്രോഗ്രാംസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ സ്റ്റാർട്ടിങ് തൊട്ട് ചെയ്യേണ്ടത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ ഫ്രണ്ട് ഫംഗ്ഷൻ പ്രൈവറ്റ് ആയിട്ടാണ് ആക്ച്വലി ഡിക്ലെയർ ചെയ്തത്. സ്റ്റിൽ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റി. അതെന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് ഫംഗ്ഷൻ നമ്മളിപ്പോൾ പബ്ലിക് ആയാലും പ്രൈവറ്റ് ആയാലും പ്രൊട്ടക്റ്റഡിലാണെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്കത് മെൻഷൻ ചെയ്യാം. അത് നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റും. കാരണം എന്താ വെച്ചാൽ അതൊരു ഫ്രണ്ട് ഫംഗ്ഷനാണ്. അതും ഈ ഒരു ഫ്രണ്ട് ഫംഗ്ഷൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ്. ഇനി നമുക്ക് ഈ പ്രോഗ്രാം വെറുതെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ നിലവിലൊന്നും ചെയ്തില്ല, ക്ലാസ്സുകൾ തമ്മിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, രണ്ട് ക്ലാസ്സുകൾ. എറർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ഞാൻ പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ എനിക്കൊരു എറർ വന്നു. അതായത് 7ാമത്തെ ലൈൻ നമ്മളുടെ ഫ്രണ്ട് ഫംഗ്ഷനിലാണ് ഒരു എറർ വന്നിട്ടുള്ളത്. ഇതിൽ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബാനു എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും അതെങ്ങനെ ശരിയാവും, നമ്മളിവിടെ ബാനു എന്നുള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ബാനു എന്നുള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്തത് ആൻറ്റോ എന്നുള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഈ ഒരു എറർ വന്നത്. ഇത് റിസോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബാനു എന്നുള്ള ക്ലാസ് നമ്മൾ കുറച്ച് മുൻകൂറായിട്ട് ഡിക്ലെയർ ചെയ്യണം. അതിന് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ആൻറ്റോ എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മുന്നേ തന്നെ
ബാനു എന്നുള്ള ക്ലാസ് ജസ്റ്റ് ഡിക്ലെയർ ചെയ്ത് വെക്കുകയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സ്പേസ് ബാനു ടൈപ്പ് ചെയ്തിട്ട് ഒരു സെമിക്കോളൻ ഇടുക. ഇങ്ങനെയാണ് ക്ലാസ് നമ്മൾ ഫോർവേഡായിട്ട് ഡിക്ലറേഷൻ ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ക്ലാസ് ഡിക്ലെയർ ചെയ്യണതിന് ഫോർവേഡ് ഡിക്ലറേഷൻ എന്നാണ് പറയുക. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഈ പ്രാവശ്യം നമുക്ക് എററൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ആൻറ്റോയും ബാനുവും തമ്മിലുള്ള ക്ലാസ്സിൻ്റെ ഫ്രണ്ട് ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ബാനു മുൻകൂറായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, അതായത് ഡിക്ലെയർ ചെയ്യേണ്ടി വരും, ഫോർവേഡ് ഡിക്ലറേഷൻ. ഇപ്പോൾ അതേസമയം മൂന്നാമത് ഒരു ക്ലാസ്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതും ഇതേപോലെ നമ്മൾ ക്ലാസ് എന്നും പറഞ്ഞിട്ട് ആ ക്ലാസ് നെയിമും കൂടെ ടൈപ്പ് ചെയ്ത് സെമിക്കോളനിട്ട് മുൻകൂറായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇല്ലെങ്കിൽ ഇതേപോലത്തെ എറർ വരും. ഇവിടെ ഇപ്പം നമ്മൾ ആൻറ്റോയ്ക്ക് ശേഷം ബാനു മാത്രമേ ഉള്ളൂ ക്ലാസ് ആയിട്ട്, അതുകൊണ്ട് ആ ഒരു ക്ലാസ് നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഫംഗ്ഷൻ നമുക്ക് ടൈപ്പ് ചെയ്യാം. അതിന് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് വോയിഡ്, നമ്മൾ സാധാരണ നേരത്തെ ആ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷൻ ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. വോയിഡ് ആഡ് എന്നും പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ 2 ഒബ്ജക്ട്സ് പാസ് ചെയ്യുന്നുണ്ട്, ആൻറ്റോൻ്റെ ഒബ്ജക്റ്റും അതേപോലെ ബാനുവിൻ്റെ ഒബ്ജക്റ്റും. ഇനി ഈ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒരു സി ഔട്ട് ചെയ്യണുള്ളൂ. സി ഔട്ട് a.num പ്ലസ് ബാനുവിൻ്റെ ഒബ്ജക്റ്റ്, അതായത് b.num, എന്നിട്ടൊരു സെമിക്കോളൻ ഇട്ട്, ഇത്രേ ഉള്ളൂ. ഇനി മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്ത് ഫ്രണ്ട് ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഇവിടെ ഞാൻ ആൻറ്റോയ്ക്ക് ഒരു ഒബ്ജക്റ്റ് എ എന്നും പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതേപോലെ ബാനു എന്ന് പറയുന്ന ക്ലാസ്സിന് വേണ്ടിയിട്ട് ബി എന്നും പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് ഫംഗ്ഷനായ ആഡിനെ കോൾ ചെയ്യാം. ആഡിനെ കോൾ ചെയ്യാനായിട്ട് ആഡ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്തു, അകത്ത് എയും ബിയും പാസ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് റണ്ണ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബാനുവിൻ്റെയും ആൻറ്റോൻ്റെയും ക്ലാസ്സുകളുടെ അകത്തുള്ള നം വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ള നമ്മൾ ആ റിസൾട്ട് പ്രിൻറ്റ് ചെയ്ത്. ഇങ്ങനെയാണ് 2 ക്ലാസ്സുകൾ തമ്മിൽ ഒരു പാലം പോലെ ഫ്രണ്ട് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സെയിം ഫ്രണ്ട് ഫംഗ്ഷൻ 2 ക്ലാസ്സുകളിൽ, ഇപ്പോൾ 2 ക്ലാസ്സുകൾ തമ്മിലാണ് ലിങ്ക് ചെയ്യണമെങ്കിൽ 2 ക്ലാസ്സുകളിലും സെയിം ഫ്രണ്ട് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പോൾ ആൻറ്റോയിൽ മാത്രമാണ് ഈ ഒരു ആഡിൻ്റെ ഫ്രണ്ട് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തെങ്കിൽ ആൻറ്റോൻ്റെ അകത്തുള്ള പ്രൈവറ്റ് എലമെൻറ്റ്സ് മാത്രമേ നമുക്ക് ആ ഫ്രണ്ട് ഫംഗ്ഷൻ കൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ബാനുവിൻ്റെ അകത്തുള്ള പ്രൈവറ്റ് മെമ്പേഴ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ എക്സാമ്പിൾ അച്ചീവ് ചെയ്യണമെങ്കിൽ, അതായത് നമുക്ക് ഈ 2 ബാനുവിൻ്റെയും ആൻറ്റോൻ്റെയും നം വാല്യൂസ് ആഡ് ചെയ്യണമെങ്കിൽ 2 എണ്ണത്തിനും ഈക്വലായിട്ട് നമുക്ക് ഫ്രണ്ട് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യണം, എന്നാൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. അതുകൊണ്ടാണ് 2 ക്ലാസ്സുകളിലും നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഫംഗ്ഷൻ സെയിം എക്സാക്റ്റ് ഫ്രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് ഡിഫൈൻ ചെയ്തത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ് ചെയ്യേണ്ടതെന്നാണ്. നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കോംപ്ലക്സ് നമ്പർ ഓപ്പറേറ്റർ ഓവർലോഡിങ് ചെയ്തതെന്ന് പറഞ്ഞാൽ മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ടാണ്. ഇനി ഓപ്പറേറ്റർ ഓവർലോഡിങ് യൂസിങ് ഫ്രണ്ട് ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം.